പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 22. പ്രധാന വാർത്തകൾ. ദാഹിറ ഗവർണറേറ്റിലെ അനധികൃത കിണർ നിർമ്മാണത്തിനെതിരെ കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം നടപടി. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് അനുമതിയില്ലാതെ കിണർ കുഴിക്കുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് കിണറുകളുടെ നിർമ്മാണം തടഞ്ഞു. യങ്കൽ വിലായത്തിൽ ലൈസൻസ് ഇല്ലാത്ത കിണർ കുഴിക്കുന്നത് വ്യാപകമാണെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് വാട്ടർ റിസോഴ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിട്ടുണ്ട്. നിർമ്മാണത്തിനുപയോഗിച്ച ഉപകരണങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്തു. നിയമലംഘകർക്കെതിരെ നടപടികൾ ആരംഭിച്ചതായി മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ലൈസൻസ് ഇല്ലാതെ കിണർ കുഴിച്ചാൽ 2000 റിയാൽ പിഴയും 1 വർഷം തടവും ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മസ്കത്ത് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചു. എംബസി ഹാളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ആരംഭിച്ച ഓപ്പൺ ഹൗസ് വൈകുന്നേരം 4 മണി വരെ തുടർന്നു. ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗും മറ്റ് എംബസി ഉദ്യോഗസ്ഥരും സന്നിധരായിരുന്നു. എംബസി അധികൃതരുടെ സഹായം ആവശ്യമായ നിരവധി വിഷയങ്ങൾ ഉണർത്തി ഇന്ത്യക്കാരായ നിരവധി പ്രവാസികൾ ഓപ്പൺ ഹൗസിൽ പങ്കെടുത്തു. ഓപ്പൺ ഹൗസിൽ ഉന്നയിക്കപ്പെട്ട പ്രവാസികളുടെ പ്രശ്നങ്ങൾ എംബസി ഉദ്യോഗസ്ഥർ യഥാവിധി ശ്രദ്ധിക്കുകയും പെട്ടെന്നുള്ള പരിഹാരത്തിനായി സജീവമായി ഇടപെടുകയും ചെയ്യും. സാമൂഹിക പ്രവർത്തകരും സന്നിധരായിരുന്നു. ഓപ്പൺ ഹൗസിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് ടെലികോൺഫറൻസ് വഴിയും പരാതികൾ ബോധിപ്പിക്കുന്നതിനും സഹായങ്ങൾ തേടുന്നതിനും അവസരമൊരുക്കിയിരുന്നു. ഉദ്യോഗസ്ഥർ ഇവരുടെ പരാതികൾ കേട്ട് നിർദ്ദേശങ്ങൾ നൽകി. എംബസിയിൽ എല്ലാ മാസവും ഒരു ഓപ്പൺ ഹൗസ് വീതമാണ് നടന്നുവരുന്നത്. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽ മഴ തുടരുന്നു. കാറ്റിൻ്റെയും ഇടിയുടെയും അകമ്പടിയോടെയായിരുന്നു മഴയെത്തിയത്. രാവിലെ മുതൽ നേരിയ തോതിൽ പെയ്ത മഴ ഉച്ചയോടെ ശക്തമായി. ഇബ്രി, യങ്കൽ, നിസ്വ, മുദൈബി, ഇബ്ര, ബഹ്ല, ഇസ്കി, ദോഫാർ ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളിയാഴ്ച വ്യത്യസ്ത സമയങ്ങളിലായി മഴ പെയ്തത്. കനത്ത മഴ ലഭിച്ച പ്രദേശങ്ങൾ വാദികൾ നിറഞ്ഞൊഴുകി. വടക്കൻ മേഖലയിലെ വിവിധ ഭാഗങ്ങളിലടക്കം ഉച്ച മുതൽ അന്തരീക്ഷം മേഘാവൃതമായിരുന്നു. രാജ്യത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മെറ്റീരിയോളജി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. തുടർച്ചയായ മഴ ലഭിച്ച ഇടങ്ങളിൽ താപനിലയിലും നേരിയ കുറവുണ്ടായിട്ടുണ്ട്. തണുത്ത കാറ്റും അനുഭവപ്പെട്ടു. കനത്ത മഴയിൽ തുടർച്ചയായി ലഭിച്ച മഴ പ്രദേശങ്ങളിൽ ആശ്വാസം പകർന്നു. ഖരീഫ് സീസണിന്റെ ഭാഗമായുള്ള ഗതാഗതം സുഗമമാക്കുന്നതിനായി സുൽത്താൻ ഖാബൂസ് സ്ട്രീറ്റിൽ ദോഫാർ മുനിസിപ്പാലിറ്റി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സുൽത്താൻ ഖാബൂസ് സ്ട്രീറ്റിന്റെ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് നിന്ന് അൽ ഫലാഹ് മുതൽ അൽ മൻസൗറ സ്ട്രീറ്റ് വരെയും വൺ വേയായി മാറ്റി. റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് നടപ്പാക്കിയ ക്രമീകരണം ഞായറാഴ്ച വൈകുന്നേരം മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഖരീഫ് സീസൺ കഴിയുന്നതുവരെ ഈ ക്രമീകരണം തുടരും. റോഡ് സുഗമമായി പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്നതിന് നിർദ്ദേശിച്ച കാര്യങ്ങൾ പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ബുറൈമി ഗവർണറേറ്റിലെ മഹ്ദ വിലായത്തിൽ റോയൽ ഒമാൻ പോലീസ് നടത്തിയ പരിശോധനയിൽ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച പ്രവാസികൾ അറസ്റ്റിലായി. വിവിധ ഭാഗങ്ങളിൽ നിന്നായി 25 പേരെയാണ് പിടികൂടിയത്. മഹ്ദ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി സഹകരിച്ചായിരുന്നു പരിശോധന. പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. അതേസമയം തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ഒമാനിൽ കഴിയുന്ന പ്രവാസികളെ കണ്ടെത്തുന്നതിനായി തൊഴിൽ മന്ത്രാലയത്തിന് കീഴിൽ രാജ്യത്തുടനീളം വ്യാപക പരിശോധന നടന്നുവരികയാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി തൊഴിൽ നിയമലംഘകർ അറസ്റ്റിലായി. വിവിധ പ്രദേശങ്ങളിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വെൽഫെയർ വിഭാഗം, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷനുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് നിയമലംഘകരെ പിടികൂടിയത്. അറസ്റ്റിലായവർക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ജനുവരി 1 മുതലാണ് മന്ത്രാലയം പരിശോധന വ്യാപിപ്പിച്ചത്. തൊഴിലിടങ്ങളിലെത്തിയുള്ള പരിശോധനകളിൽ നിയമങ്ങളും മന്ത്രാലയം ഉത്തരവുകളും ലംഘിച്ച് തൊഴിലെടുക്കുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുകയാണ് ചെയ്തുവരുന്നത്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമനിലെ ഹുദൈദ തുറമുഖത്ത് 6 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഇസ്രായേൽ സൈനികാക്രമണത്തെ ഒമാൻ അപലപിച്ചു. ആക്രമണം മേഖലയിലെ പുതിയ സംഘർഷാവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്നതായും ഇത് പ്രാദേശിക സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുമെന്നും സംഘർഷ സാഹചര്യങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുമെന്നും സമാധാനം കൈവരിക്കുന്നതിനുള്ള ആഗ്രഹത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഹുദൈദ് തുറമുഖത്തോട് ചേർന്ന എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ ഹൂതികൾ നടത്തിയ ഡ്രോൺ ആക്രമണം
ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് പ്രതികാരമായാണ് യമനിലെ ഹൂതി മേഖലയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. സംഭവത്തിൽ 80-ലേറെ പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ഹൂതി നടത്തുന്ന സഭാ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ജബൽ അക്തറിൽ നടന്നുവരുന്ന റുമ്മാന 2ാം പതിപ്പിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. ജൂലൈ 4-ന് ആരംഭിച്ച കാർഷിക ഫെസ്റ്റിവലിൽ ഇതിനോടകം 15,000-ൽ അധികം സഞ്ചാരികൾ എത്തിയതായും പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച 500 കിലോഗ്രാമിലധികം പഴങ്ങളും പച്ചക്കറികളും വിൽപ്പന നടത്തിയതായും അധികൃതർ അറിയിച്ചു. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദ കാർഷിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. ജബൽ അക്തറിലെ സന്ദർശകർക്ക് കാർഷിക ടൂറിസം അനുഭവം വർദ്ധിപ്പിക്കുന്നതിലും പ്രാദേശിക കർഷകർക്ക് അവരുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനും റുമ്മാന 2ാം പതിപ്പ് വഴിയൊരുക്കുന്നു. ലണ്ടൻ നഗരത്തിലെത്തുന്നവർക്ക് ഇനി ഒമാൻ വിനോദസഞ്ചാര മേഖലയെയും പരിചയപ്പെടാം. നഗരത്തിലെ പൊതുഗതാഗത ബസ്സുകളിലും മെട്രോ സ്റ്റേഷനുകളിലും കാറുകളിലുമാണ് ഒമാൻ ടൂറിസം പ്രചരണ ക്യാമ്പയിൻ്റെ ഭാഗമായി രാജ്യത്തെ പരിചയപ്പെടുത്തുന്ന ചിത്രങ്ങളും എഴുത്തുകളും പതിച്ചിരിക്കുന്നത്. സുൽത്താനേറ്റിലെ പ്രകൃതി ഭംഗിയെയും പൈതൃകങ്ങളെയും അടയാളപ്പെടുത്തുന്ന നിരവധി ചിത്രങ്ങളാണ് ഇവിടങ്ങളിൽ പതിച്ചിട്ടുള്ളത്. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ ടൂറിസം പ്രചരണ ക്യാമ്പയിൻ പാരീസ് നഗരത്തിലും നടത്തിവരുന്നുണ്ട്. ഫ്രാൻസ് തലസ്ഥാനത്തെ നിരത്തുകളിലെ പൊതുഗതാഗത ബസ്സുകളിലാണ് ഒമാൻ ടൂറിസം പ്രചരണ ക്യാമ്പയിൻ്റെ ഭാഗമായി ചിത്രങ്ങളും എഴുത്തുകളും പതിച്ചിരിക്കുന്നത്. ഈഫൽ ടവർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സർവീസ് നടത്തുന്ന ബസ്സുകളിലാണ് പ്രചരണം. മസ്കത്ത് ഗവർണറേറ്റിലെ ഖുറിയാത്ത് കോട്ട അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി താൽക്കാലികമായി അടയ്ക്കുന്നു. ജൂലൈ 23 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ കോട്ട അടച്ചിടുകയെന്ന് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു. ഈ ദിവസങ്ങളിൽ കോട്ടയിൽ സന്ദർശകരെ അനുവദിക്കില്ല. സുൽത്താനേറ്റിൻ്റെ ചരിത്ര പ്രദേശങ്ങളായ കോട്ടകൾ നവീകരിച്ച് സംരക്ഷിക്കുന്നതിനുള്ള മന്ത്രാലയം പദ്ധതികൾ പുരോഗമിക്കുകയാണ്. പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞതറിയാതെ യാത്ര ചെയ്യാൻ വിമാനത്താവളത്തിലെത്തി യാത്ര മുടങ്ങുന്നവർ നിരവധി. മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഇക്കൂട്ടത്തിലേറെയുണ്ട്. കുടുംബമായി നാട്ടിലേക്ക് പോകാനായി എയർപോർട്ടിലെത്തുമ്പോഴും മടക്കയാത്രയിലുമെല്ലാമാണ് കുട്ടിയുടെയും മറ്റും പാസ്പോർട്ട് കാലാവധി അവസാനിച്ചതായി ഇവർ അറിയുന്നത്. സീസണിൽ വൻ തുക നൽകി വിമാന ടിക്കറ്റ് എടുത്തവരാണ് യാത്ര മുടങ്ങി പെരുവഴിയിലാവുന്നത്. ചെക്ക് ഇൻ കൗണ്ടറുകളിൽ ഉദ്യോഗസ്ഥർ പരിശോധിക്കുമ്പോഴാണ് പലരും പാസ്പോർട്ട് കാലഹരണപ്പെട്ട വിവരം തന്നെ അറിയുന്നത്. വിമാനം പുറപ്പെടുന്നതിന് ഏതാനും സമയം മുന്നേ മാത്രം ഇതറിയുന്നതോടെ യാത്ര മുടക്കുകയല്ലാതെ നിർവാഹമില്ലാതെയാവുകയാണ്. വൻ സാമ്പത്തിക നഷ്ടമാണ് ഇത്തരക്കാർക്കുണ്ടാവുന്നത്. മുതിർന്നവരുടെ പാസ്പോർട്ട് പല ആവശ്യങ്ങൾക്കും ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നതിനാൽ കാലാവധി സംബന്ധമായ ഓർമ്മയുണ്ടാവും. എന്നാൽ കുടുംബിനികളുടേതും കുട്ടികളുടേതും ആ രീതിയിൽ കൂടുതൽ ഉപയോഗിക്കാത്തതിനാൽ കാലാവധി സംബന്ധമായും ശ്രദ്ധയുണ്ടാവില്ല. ഒരു യാത്ര കഴിഞ്ഞു വന്ന് പിന്നീട് തിരിച്ചു പോകാൻ മാത്രം പാസ്പോർട്ട് എടുക്കുന്നവരുമുണ്ട്. ഇതിനിടയിൽ കാലാവധി കഴിഞ്ഞത് പ്രവാസികളിൽ പലരും അറിയാതെ പോവുകയാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി ആരംഭിച്ച നടപടികളുടെ ഭാഗമായി അജ്മാൻ പോലീസ് സിഗരറ്റ് കടകൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടങ്ങി. ലൈസൻസ് ഇല്ലാതെ പുകയില ഉൽപ്പന്നങ്ങളും സിഗരറ്റുകളും വിൽക്കുക, 18 വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്തവർക്ക് ഇവ വാഗ്ദാനം ചെയ്യുക തുടങ്ങിയ ലംഘനങ്ങൾ പോലീസ് പരിശോധിക്കും. സ്റ്റോറുകൾ മറ്റ് നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നും അധികൃതർ പരിശോധിക്കും. ഇത്തരം സ്ഥാപനങ്ങളിൽ പ്രായപൂർത്തിയാകാത്തവരുടെ പ്രവേശനം തടയാൻ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണം. വാങ്ങുന്നവരുടെ യോഗ്യത പരിശോധിക്കാൻ കടയുടമകൾ ഒരു ID ആവശ്യപ്പെടണമെന്നും നിയമം അനുശാസിക്കുന്നു. നിയമലംഘനം നടത്തുന്നവർ പെർമിറ്റുകളില്ലാതെ സിഗരറ്റ്, മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽക്കുന്നവരെ അറിയിക്കാൻ താമസക്കാരോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. അനധികൃത വിൽപ്പനക്കാരെ പിടികൂടുക മാത്രമല്ല, പുകവലിക്കാരെ ഈ ശീലം ഉപേക്ഷിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആരോഗ്യപരമായ അപകടങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും വേണ്ടിയാണ് ഈ സംരംഭം ആരംഭിച്ചതെന്ന് അജ്മാൻ പോലീസിന്റെ അന്വേഷണ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പ് ഡയറക്ടർ പറഞ്ഞു. അസാധുവാകുന്ന വിവിധ നോട്ടുകൾ മാറ്റിയെടുക്കാൻ ഓർമ്മപ്പെടുത്തി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. 2020 മുമ്പുള്ള കാലങ്ങളിലായി CBO പുറത്തിറക്കിയ കറൻസികളുടെ ചില വിഭാഗങ്ങളുടെ ഉപയോഗമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പിൻവലിച്ചിരിക്കുന്ന നോട്ടുകൾ കൈവശമുള്ളവർ അവയ്ക്ക് പകരം നോട്ടുകൾ സ്വന്തമാക്കുന്നത് വൈകിപ്പിക്കരുതെന്നും അവസാന ദിവസങ്ങളിലെ തിരക്കൊഴിവാക്കണമെന്നും സെൻട്രൽ ബാങ്ക് ഉണർത്തി. ജനുവരിയിലാണ് നോട്ടുകൾ പിൻവലിച്ചുള്ള ഉത്തരവ് പ്രഖ്യാപിച്ചത്. 360 ദിവസമാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ സമയപരിധി ഡിസംബർ 31-ന് അവസാനിക്കും. ഇതിനുശേഷം ഇത്തരം നോട്ടുകളുടെ ഉപയോഗം നിയമവിരുദ്ധമായി കണക്കാക്കും. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാന്റെ റൂവി, സുഹാർ, സലാല ബ്രാഞ്ചുകളിൽ നിന്നും രാജ്യത്തെ മറ്റു ബാങ്കുകളിൽ നിന്നും നോട്ടുകൾ മാറ്റി ലഭിക്കും.
യമനെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ ഒമാൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹമദ് അൽ ഖലീലി അപലപിച്ചു. യമനെതിരായ ക്രൂരമായ സയനിസ്റ്റ് ആക്രമണം അത്ഭുതപ്പെടുത്തുന്നതാണ്. എല്ലാ മുസ്ലിങ്ങളും യമനെ പിന്തുണയ്ക്കണം. സത്യത്തെ പിന്തുണയ്ക്കുന്നതിലും ഇസ്ലാമിക വിശുദ്ധികൾക്കും അധിനിവേശ ഭൂമിയിലെ നമ്മുടെ ഫലസ്തീൻ സഹോദരങ്ങളുടെ രക്തത്തിന്റെ വിശുദ്ധിക്കും എതിരെയുള്ള ആക്രമണങ്ങളോട് പ്രതികരിക്കുന്നതിലും യമനിലെ സഹോദരങ്ങളുടെ നിലപാട് മാത്രമാണ് ഇതിന് കാരണം. യമനിലെ എല്ലാ സഹോദരങ്ങളോടും അഗാധമായ അനുശോചനം അറിയിക്കുകയാണെന്നും ഗ്രാൻഡ് മുഫ്തി പ്രസ്താവനയിൽ പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.